നമസ്കാരം. റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലാണ് റയൽ മാഡ്രിഡിന്റെ ഇറ്റാലിയൻ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിയുടെ ക്ലബ്ബുമായുള്ള കോൺട്രാക്ട് അവസാനിക്കുക. ഈ കരാർ പുതുക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് അദ്ദേഹം നേരത്തെ തന്നെ ബ്രസീലിന്റെ ദേശീയ ടീമുമായി പ്രീ അഗ്രിമെന്റിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ സീസൺ അവസാനിച്ചതിന് ശേഷം അദ്ദേഹം ബ്രസീൽ ദേശീയ ടീമിന്റെ മുഖ്യ പരിശീലകനായിക്കൊണ്ട് ചുമതലയേൽക്കും. ഇക്കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നത് പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോയായിരുന്നു. ബ്രസീലിയൻ ഫുട്ബോൾ ഫെഡറേഷനുമായി ആഞ്ചലോട്ടി ധാരണയിൽ എത്തി എന്നായിരുന്നു റിപ്പോർട്ടുകൾ. എന്നാൽ ആഞ്ചലോട്ടി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പുതിയ പ്രസ്താവന തീർച്ചയായും ബ്രസീലിനെ തിരിച്ചടിയേൽപ്പിക്കുന്ന ഒന്നാണ്. അതായത് കരാർ പുതുക്കാൻ വേണ്ടി റയൽ മാഡ്രിഡുമായി ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്നാണ് ആഞ്ചലോട്ടി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നല്ല ഓഫർ വന്നാൽ ആഞ്ചലോട്ടി റയലിൽ തന്നെ തുടർന്നേക്കും എന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എന്റെ ഉത്തരം വളരെ ലളിതമാണ്. 2024 ജൂൺ 30-നാണ് റയൽ മാഡ്രിഡുമായുള്ള എന്റെ കോൺട്രാക്ട് അവസാനിക്കുക. അതുകൊണ്ട് തന്നെ കരാർ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്താനുള്ള സമയം ഇനിയുമുണ്ട്. റയൽ മാഡ്രിഡിനെ ചർച്ച ചെയ്യണമെങ്കിൽ ഞാൻ അതിന് തയ്യാറാണ്. എനിക്ക് അതിൽ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. ഞാനിപ്പോഴും ഇവിടുത്തെ പരിശീലകനാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്കിപ്പോൾ വേണ്ടത് അടുത്ത 2 മത്സരങ്ങൾ വിജയിച്ചുകൊണ്ട് വളരെ സമാധാനപരമായ ഒരു ക്രിസ്മസ് ആഘോഷം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. ഇതാണ് റയലിന്റെ പരിശീലകൻ ഇപ്പോൾ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ പരിശീലകൻ റയലുമായുള്ള കോൺട്രാക്ട് പുതുക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. നിലവിൽ ബ്രസീലിന്റെ ഇടക്കാല പരിശീലകനായിക്കൊണ്ട് തുടരുന്നത് ഫെർണാണ്ടോ ഡിനിസ് ആണ്. അദ്ദേഹത്തിന്റെ കീഴിൽ മോശം പ്രകടനമാണ് ബ്രസീൽ നടത്തുന്നത്. എത്രയും പെട്ടെന്ന് ആഞ്ചലോട്ടിയെ പോലെയുള്ള ഒരു മികച്ച പരിശീലകനെ ലഭിക്കൽ ഇപ്പോൾ ബ്രസീൽ ദേശീയ ടീമിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഒരു കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.